വിട്ടുമാറാത്ത ശരീരവേദനയുമായി ഒരുപാട് രോഗികൾ നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലോട്ട് ചെന്ന് നോക്കിയാൽ ഫൈബ്രോമയാൾജിയ എന്നൊരു രോഗാവസ്ഥയാണ് കണ്ടെത്തുന്നത്. ഇനി എന്താണ് നമുക്ക് ഫൈബ്രോമയാൾജിയ എന്ന് നോക്കാം. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘകാല രോഗാവസ്ഥയാണ്. അതിൽ കൂടുതലും ശരീരത്തിൽ അവിടെ ഇവിടെ അമിതമായ വേദന, അമിതമായിട്ടുള്ളൊരു ക്ഷീണം, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ഉറങ്ങിയാലും നമുക്ക് മതിയായില്ല എന്നൊരു തോന്നൽ വരിക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താലും നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോവുക. ഈ രോഗം കൂടി വരുന്ന അവസ്ഥയിൽ ചിലർക്കൊരു മാനസികമായിട്ടുള്ളൊരു ഉത്കണ്ഠകളും അതൊരു ഡിപ്രഷൻ ഫേസിലോട്ടും പോവാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ ചില രോഗികളിൽ അത് തലവേദന ഉണ്ടാക്കുന്നു, ഓർമ്മക്കുറവ്, ജോലികളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്ന രോഗികളിൽ കുറച്ച് നേരം തന്നെ ഇരിക്കുമ്പോൾ കഴുത്ത് വേദന കൂടുതലായിട്ട് ഒരു ജോലിയിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുക, അങ്ങനത്തെ അവസ്ഥയൊക്കെ പല രോഗികളും പറയാറുണ്ട്. അതുപോലെ ചില സ്ത്രീകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം ആകെ കട്ടി പിടിച്ചിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉഷാറില്ല, ജോലി ചെയ്യാൻ ഒരു താല്പര്യമില്ല. ചിലർ കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ അത് കുറച്ചും കൂടി ആ വേദനകൾ കുറയണ പോലെ പറയാറുണ്ട്. ഫൈബ്രോമയാൾജിയ പ്രധാനമായും നമ്മുടെ നെർവസ് സിസ്റ്റം വേദനകളോട് അമിതമായി പ്രതികരിക്കുന്നത് മൂലമാണ്. അപ്പം നമുക്ക് ചെറിയ വേദന പോലും കൂടുതലായിട്ട് അനുഭവപ്പെടാം. പിന്നെ ഇതിൽ കൂടുതലും കാരണം പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്. അപ്പോൾ ഓരോ രോഗികളും ഓരോരോ സ്ട്രെസ്സുകളിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഓരോ സ്ട്രെസ്സും ചിലപ്പോൾ ഈ വേദനകൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെ പല കാരണങ്ങളുണ്ടെങ്കിലും കൂടുതലും മാനസിക സമ്മർദ്ദവും പിന്നെ ചില ശാരീരിക ട്രോമകളിലൂടെ അല്ലെങ്കിൽ ചില ജനിതക ഘടകങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗിക്ക് നല്ല വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ എന്താ ലാബ് ടെസ്റ്റ് ചെയ്താലും അതിലൊക്കെ നോർമലായിട്ട് കാണിക്കും. ഇനിയിപ്പോൾ പല രോഗികൾക്കും സംശയമുണ്ട്, ഈ ഫൈബ്രോമയാൾജിയ ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോയെന്ന്. തീർച്ചയായും ഹോമിയോപ്പതിയിൽ ഫൈബ്രോമയാൾജിയയ്ക്ക് നല്ല ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഇത് കൂടുതലും ഫൈബ്രോമയാൾജിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിലൊരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയെയും നമ്മൾ വിശദമായി പഠിച്ചിട്ടാണ് മരുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തി സവിശേഷതകൾ നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി ഒരുപാട് നേരം ഇരുന്ന് ആ വ്യക്തിയെ പഠിച്ചുകൊണ്ടാണ് നമ്മളൊരു മരുന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന മാനസിക സംഘർഷമല്ല വേറൊരു വ്യക്തിക്ക് ബാധിച്ചിട്ടുണ്ടാവുക. ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വാലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ മരുന്ന് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ഈ രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കുന്നു.